വൃത്താന്തം 27-ാം അധ്യായം. യോഥാം വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അവൻ 16 സംവത്സരം യെരൂശലേമിൽ വാണു. അവൻ്റെ അമ്മയ്ക്ക് യെരൂഷ എന്നു പേർ. അവൾ സാദോക്കിൻ്റെ മകളായിരുന്നു. അവൻ തൻ്റെ അപ്പനായ ഉസിയാവ് ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമായി ഉള്ളത് ചെയ്തു. എങ്കിലും യഹോവയുടെ ആലയത്തിലേക്ക് അവൻ കടന്നില്ല. ജനമോ വഷളത്വം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അവൻ യഹോവയുടെ ആലയത്തിൻ്റെ മേലത്തെ പടിവാതിൽ പണിതു. ഓഫേലിൻ്റെ മതിലും അവൻ വളരെ പണിതുറപ്പിച്ചു. അവൻ യഹൂദ മലനാട്ടിൽ പട്ടണങ്ങളും വനങ്ങളിൽ കോട്ടകളും ഗോപുരങ്ങളും പണിതു. അവൻ അമ്മോന്യരുടെ രാജാവിനോട് യുദ്ധവും ചെയ്ത് അവരെ ജയിച്ചു. അമ്മോന്യർ അവന് ആണ്ടിൽ തന്നെ 100 താലന്ത് വെള്ളിയും 10,000 കോർ ഗോതമ്പും 10,000 കോർ യവവും കൊടുത്തു. അത്രയും തന്നെ അമ്മോന്യർ 2-ാം ആണ്ടിലും 3-ാം ആണ്ടിലും കൊടുക്കേണ്ടി വന്നു. ഇങ്ങനെ യോഥാം തൻ്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ ക്രമമായി നടന്നതുകൊണ്ട് അവൻ ബലവാനായി തീർന്നു. യോഥാമിൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ്റെ സകല യുദ്ധങ്ങളും അവൻ്റെ പ്രവൃത്തികളും ഇസ്രായേലിലെയും യഹൂദയിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അവൻ 16 സംവത്സരം യെരൂശലേമിൽ വാണു. യോഥാം തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവനെ ദാവീദിൻ്റെ നഗരത്തിൽ അടക്കം ചെയ്തു. അവൻ്റെ മകനായ ആഹാസ് അവന് പകരം രാജാവായി.